നമസ്കാരം. 2025 കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികളാണ് ദൃശ്യമാകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ പാലക്കാട് ഭരണമാറ്റത്തിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. ദീർഘകാലമായി ഇടതുപക്ഷം കൈവശം വെച്ചിരുന്ന പല മേഖലകളിലും കടന്നു കയറാനായിട്ട് UDF സാധിച്ചുവെന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ദിശാസൂചികയായി തന്നെ ഇവിടെ വിലയിരുത്തപ്പെടുന്നു. രാഷ്ട്രീയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിലും താഴെത്തട്ടിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിനും മുന്നണിക്കും ഈ വിജയം സമ്മാനിച്ചത് തന്നെ. വടക്കഞ്ചേരി അതോടൊപ്പം തന്നെ അയലൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ വർഷങ്ങൾക്ക് ശേഷം UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്നത് രാഷ്ട്രീയ കേരളം വളരെ അത്ഭുതത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വടക്കഞ്ചേരി പഞ്ചായത്തിലെ ഭരണമാറ്റമാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയായിരുന്ന ഇവിടെ ചരിത്രപരമായിട്ടുള്ള വിജയമാണ് UDF സ്വന്തമാക്കിയത്. മുൻ CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്ന S പ്രസാദിനെ ഭരണസാരഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ നീക്കം വലിയ ഫലം കണ്ടു. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വടക്കഞ്ചേരിയുടെ ഭരണം തിരിച്ചുപിടിക്കാനായിട്ട് സാധിച്ചത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത്. സമാനമായ രീതിയിൽ അയലൂർ പഞ്ചായത്തിലും സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനായിട്ട് സാധിച്ചതോടെ ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ UDF അനുകൂലമായി മാറുകയുണ്ടായി. അവിടെ സ്വതന്ത്രയായിട്ട് വിജയിച്ച രാജേശ്വരി പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അയലൂരിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേക്ക് നീങ്ങുകയാണ്. എരുത്തമ്പതി പഞ്ചായത്തിലെ ഭരണമാറ്റം നിയമപരമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ടും രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇടതുമുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും പ്രസിഡന്റ് പദവി പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തതോടെ സാഹചര്യം മാറി പറഞ്ഞു. CPM പാനലിൽ മത്സരിച്ച ഈ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് അവരൊക്കെ തിരിച്ചടിയായി മാറി. അതേസമയം കേവലം 5 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസിന് തങ്ങളുടെ പക്ഷത്തുള്ള SC വിഭാഗം പ്രതിനിധികളുടെയൊക്കെ തന്നെ സാന്നിധ്യം മൂലം അപ്രതീക്ഷിതമായി പ്രസിഡന്റ് സ്ഥാനം കൈവന്നു. രേണുക അല്ലെങ്കിൽ ശ്രീജ എന്നിവരിൽ ഒരാൾ ഇവിടുത്തെ ഭരണസാരഥിയാകുമെന്ന് ഉറപ്പായതോടുകൂടി ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ച അപൂർവമായിട്ടുള്ള വിജയമായി ഇത് മാറി. ജില്ലയിലെ മറ്റ് 5 പഞ്ചായത്തുകളായിട്ടുള്ള ചളവറ, അതോടൊപ്പം തന്നെ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ട് കുറിശി, അതോടൊപ്പം തന്നെ കൊപ്പം എന്നിവിടങ്ങളിലേക്ക് തന്നെ കടുത്ത മത്സരമാണ് അരങ്ങേറിയത്. LDFും UDFും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നേടിയതോടെ തന്നെ ഇവിടങ്ങളിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കാനായിട്ട് നറുക്കെടുപ്പിനെ ആശ്രയിക്കേണ്ടി വരും. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഈ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാനായിട്ട് ഇരു മുന്നണികളും ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. എന്നിരുന്നാലും ജില്ലയിൽ പൊതുവായിട്ടുണ്ടായ UDF തരംഗം നറുക്കെടുപ്പിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ UDF ഭരണസമിതികൾ അധികാരമേൽക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചുറ്റിപ്പറ്റിയുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് UDF അതീവ പ്രധാനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പെട്ടി വിവാദം മുതൽ MLAക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും കേസുകളും അറസ്റ്റ് നീക്കങ്ങളും ഒക്കെ തന്നെ ജില്ലയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ കേസുകളും ജാമ്യാപേക്ഷകളും രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഏറെ പണിപ്പെട്ടു. എന്നാലും ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലും വോട്ടർമാർ UDF കൈവിട്ടില്ല എന്നതാണ് ഇവിടെ സത്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാർ UDF ഉറച്ചു നിന്നത് അത് ആരോപണങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചില്ല എന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവായി തന്നെ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഉയർത്തിക്കാട്ടുകയാണ്. പാലക്കാട് ജില്ലയിലെ UDF ഈ മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. വിവാദങ്ങൾക്കും ഭരണവിരുദ്ധ വികാരങ്ങൾക്കും ഇടയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചത് UDF നേതൃത്വത്തിൻ്റെ വിജയമായി തന്നെ ഇവിടെ കരുതപ്പെടുന്നു. പ്രത്യേകിച്ചും വടക്കഞ്ചേരി പോലെയുള്ള CPM കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചത് ഇടതുമുന്നണിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതായിരിക്കും. കിട്ടാക്കനിയായി കരുതിയിരുന്ന പല വാർഡുകളും പഞ്ചായത്തുകളും പിടിച്ചെടുത്തതിലൂടെ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ രംഗത്ത് UDF തങ്ങളുടെ ആധിപത്യം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും വരും വർഷങ്ങളിൽ ഈ മുന്നേറ്റം നിലനിർത്താനായിട്ട് സാധിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് തങ്ങൾക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ UDF.